ചിറക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ MK റാമിന് ലഭിച്ചിട്ടില്ല. കോടതി ഇന്ന് അങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷേ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. നമ്മളെ കേസിൽ റാം എന്ന ഒന്നാം പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്. രണ്ടാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണെന്നാണ്. ആ വാദമാണ് പ്രോസിക്യൂഷൻ രേഖകൾ ഹാജരായിക്കൊണ്ട് അദ്ദേഹം ST ഗ്രൂപ്പിൽ വരുന്നതല്ല, അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടേണ്ടതില്ല എന്നുള്ള വാദം ഉയർത്തിയത്. അത് കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യം കൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിധിയിൽ തൃപ്തരല്ലെന്നും ഡോക്ടർ സംഗീതയ്ക്ക് ജാമ്യം നൽകിയതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും നിതിൻ രാജിന്റെ പിതാവ് രാജൻ പറഞ്ഞു. പോലീസ് ഒത്തുകളിക്കുന്നെന്നും കുടുംബത്തിന്റെ വിമർശനമുണ്ട്. വിധിയിൽ ഞാനും എൻ്റെ കുടുംബവും ഒട്ടും തൃപ്തരല്ല. ഞങ്ങൾ വ്യക്തമായ എല്ലാ കാര്യങ്ങളും പോലീസിനോടും മറ്റുള്ള എല്ലാം മൊഴി കൊടുത്തതാണ്. സംഗീതയ്ക്കെതിരെയും റാമിനെതിരെയും. സംഗീത കുറ്റവാളി തന്നെയാണ്. കാരണം എൻ്റെ മകൻ ഫോട്ടോസ് എല്ലാം അയച്ച്, ഓഡിയോ ക്ലിപ്പിംഗ് അയച്ച് ഇവരാണ് എന്നെ നിരന്തരം ടോർച്ചർ ചെയ്യുന്നതെന്നും ശല്യപ്പെടുത്താൻ പഠിക്കാൻ പറ്റാത്തതെന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളിലൂടെയും എല്ലാ പോലീസുകാരോടെയും എല്ലാവരുടെയും തുറന്ന് ഈ പോലീസ് എല്ലാം ഒത്തുകളിക്കുകയായിരുന്നു. കാരണം അവരെ ആരോ സംരക്ഷിക്കുന്നു. ഏറ്റവും അങ്ങേയറ്റം ലജ്ജാകരമാണ് ഈ വിധി. ഈ വിധിയെ എനിക്കൊരിക്കലും എൻ്റെ കുടുംബത്തിനും ഒരിക്കലും സന്തോഷം നൽകില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. കണ്ണൂരിൽ നിന്ന് ഗോകുൽ K വേണുഗോപാലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഗോകുൽ, ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്, മറ്റൊരാൾക്ക് ജാമ്യം നൽകിയിട്ടില്ല. എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്? ഒപ്പം കുടുംബത്തിന്റെ പ്രതികരണവും തുടർ നടപടികളും. ഇതിന് അമൽ വ്യാഴാഴ്ച നടന്ന വിശദമായ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. പാത്തോളജി വിഭാഗം മുൻ മേധാവിയായിട്ടുള്ള ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടും അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള സംഗീത നമ്പ്യാർക്ക് ജാമ്യം നൽകിക്കൊണ്ടുമാണ് കോടതി വിധി നൽകിയിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകളുമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരുന്നത്. ഇത് രണ്ടും തങ്ങൾക്ക് നിലനിൽക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. MK റാം പറഞ്ഞത് താൻ കർണാടകയിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്നും അതിനാൽ തന്നെ SC/ST ആക്ട് തനിക്ക് നിലനിൽക്കില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ അതിനെ പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്തു. MK റാമിന്റെ ഭജന്ദ്രി എന്ന് പറയുന്ന വിഭാഗം കർണാടകയിലെ OBC വിഭാഗമാണ് എന്നും അതിനാൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും വാദിച്ചു. അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്ന വാദത്തെയും പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു, ഖണ്ഡിച്ചിരുന്നു. ഈ പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ നിതിൻ രാജിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത സ്റ്റാഫ് റൂമിൽ ഡോക്ടർ MK റാം ഇരിക്കുകയും നിതിൻ രാജിനെ ചോദ്യം ചെയ്യുന്നത് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും അതിന്റെ CCTV ദൃശ്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ലതാ ശശിധരൻ എന്ന അധ്യാപിക ലോണാപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാതി നൽകിയത് ഡോക്ടർ MK റാമിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇതൊക്കെ മുൻനിർത്തിയാവാം ഇത്തരത്തിലൊരു വിധി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒറ്റവാക്കിൽ രണ്ടുപേർക്കും ഒരാൾക്ക് ജാമ്യം നൽകുകയും മറ്റൊരാളുടെ ജാമ്യം നിഷേധിക്കുകയും ചെയ്തതായ കാര്യം പറയുകയായിരുന്നു. ഇതിന്റെ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാവുക. അതേസമയം തന്നെ നിതിൻ രാജിന്റെ കുടുംബം ഇതിൽ അതിർത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് കേസിൽ ഒത്തുകളിക്കുകയാണ് എന്ന ആരോപണമാണ് പറയുന്നത്. ഡോക്ടർ MK റാമിനെതിരെ ഉന്നയിച്ച അതേ വാദം സംഗീത നമ്പ്യാർക്കുമെതിരെ ഉണ്ട്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനും കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനാൽ തന്നെ സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് കുടുംബം. ഇല്ല അമൽ. ശരി, ഗോകുൽ K വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇതിന്റെ പിതാവ് രാജൻ പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.